വെൽക്കം ടു ഈസി മെഡിക്കോസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എഡേമ. എന്താണ് എഡേമ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ടിഷ്യൂസിൽ എക്സസീവ് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിക്കുക. അക്യുമുലേഷൻ ഓഫ് എക്സസീവ് ഫ്ലൂയിഡ് ഇൻ ബോഡി ടിഷ്യൂസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കാരണം നമുക്ക് നമ്മുടെ ബോഡിയിൽ സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് നമ്മുടെ ബോഡി ടിഷ്യൂസിലുണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ നോർമൽ വാല്യൂസ് അറിയണം. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ വരച്ചിട്ടുണ്ട്. ആ ടിഷ്യൂവിൽ നമുക്ക് വാസ്കുലർ സിസ്റ്റം കാണാം, അതേപോലെ തന്നെ പാരൻകൈമൽ സെൽസും ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി ഫ്ലൂയിഡ് നമ്മൾ ഒരാളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ അബൌട്ട് 60% ഫ്ലൂയിഡ് ആയിരിക്കും. ഈ ഒരു 60% എന്ന് പറയുമ്പോൾ നമ്മൾ 72 kg വെയിറ്റ് ഉള്ള ഒരാളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ അബൌട്ട് 42 ലിറ്റേഴ്സ് ആയിരിക്കും. 60% എന്ന് പറയുന്നത് ഏകദേശം 42 ലിറ്റേഴ്സ് നമുക്ക് ആ ഒരു 72 kg വെയിറ്റ് ഉള്ള ആളുടെ ബോഡിയിൽ കാണാൻ കഴിയുന്നത് ഫ്ലൂയിഡ് ആയിരിക്കും. ഈ ഒരു 42 ലിറ്റർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലാർ ആയിട്ടും എക്സ്ട്രാ സെല്ലാർ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇൻട്രാ സെല്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ അകത്തും, എക്സ്ട്രാ സെല്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ പുറത്തുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇൻട്രാ സെല്ലാർ കോൺസെൻട്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാ സെല്ലാർ എന്ന് പറയുന്നത് അബൌട്ട് 2/3 ആണ്. ഈ ഒരു 42 ലിറ്ററിൻ്റെ 2/3 എന്ന് പറയുമ്പോൾ അറൌണ്ട് 28 ലിറ്റേഴ്സും നമുക്ക് ഇൻട്രാ സെല്ലാർ ആയിട്ടാണ് നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സ് കാണുന്നത്. ആൻഡ് റെസ്റ്റ് എക്സ്ട്രാ സെല്ലാർ എന്ന് പറയുന്നത് 1/3 ആണ്. ഈ ഒരു 1/3 എന്ന് പറയുമ്പോൾ അറൌണ്ട് 14 ലിറ്റേഴ്സ് ആണ് നമുക്ക് എക്സ്ട്രാ സെല്ലാർ ആയിട്ട് ഫ്ലൂയിഡ് കാണുന്നത്. ഇനി ഈ ഒരു എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിനെ നമുക്ക് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡായിട്ടും പ്ലാസ്മയായിട്ടും കാണാം. ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡായിട്ട് നമുക്ക് അറൌണ്ട് 11 ലിറ്ററും പ്ലാസ്മയായിട്ട് അറൌണ്ട് 3 ലിറ്ററുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂസിൽ എന്തെങ്കിലും ചേഞ്ച് വരിക, നമ്മളിവിടെ നോക്കുമ്പം ഈ ഒരു 11 ലിറ്റർ എന്നുള്ളത് ഒരു 16 or 18 ഒക്കെ ആയി മാറുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം എന്താണ് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് നമ്മുടെ ബോഡി ടിഷ്യൂസിലുണ്ട്. അപ്പം അതെന്താണ് എഡേമയാണ്. അല്ലെങ്കിൽ പ്ലാസ്മയുടെ കോൺസെൻട്രേഷൻ 3 ലിറ്റർ എന്ന് പറയുന്നത് അതിലും കൂടുകയാണെങ്കിൽ ഒരു 8 ഒക്കെ ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് എഡേമ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ വാല്യൂസ് എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു എഡേമയെ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടോ കാണാൻ സാധിക്കും. ജനറലൈസ്ഡ് എഡേമ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോൾ ബോഡി ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. നമ്മുടെ ഹോൾ ബോഡിയിൽ നമുക്ക് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഈ ഒരു ജനറലൈസ്ഡ് എഡേമയെ നമ്മൾ അനാസെർക്ക എന്നും പറയും. ഇനി ലോക്കലൈസ്ഡ് എഡേമ ആണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സൈറ്റിൽ മാത്രമേ നമുക്ക് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ അല്ലെങ്കിൽ എഡേമ കാണാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ലങ്സിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമനിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു എക്സ്ട്രിമിറ്റീസ് ആവാം, ലെഗ് ആവാം, ആംഗിൾ ആവാം, ഫുട്ട് ആവാം, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ലോക്കലൈസ്ഡ് എഡേമ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് സൈറ്റിലായിട്ട് കാണാൻ സാധിക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സെല്ലിൻ്റെ അകത്താണോ അല്ലെങ്കിൽ പുറത്താണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്സ് ഓഫ് എഡേമ പറയാം. സെല്ലിൻ്റെ അകത്താണ് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അതിന് നമുക്ക് ഇൻട്രാ സെല്ലുലാർ എഡേമ എന്ന് പറയാം. ഇൻട്രാ സെല്ലുലാർ എഡേമ. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ അകത്തായിട്ട് അബൌട്ട് 28 ലിറ്റേഴ്സ് ഓഫ് ഫ്ലൂയിഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു 28 ലിറ്റേഴ്സിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇൻക്രീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇവിടെ സെല്ലിൻ്റെ സൈസിൽ നമുക്കൊരു ഇൻക്രീസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിവിടെ സെല്ലുലാർ സ്വെല്ലിങ് കാണാം. സെല്ലുലാർ സ്വെല്ലിങ്. ഇനി നമ്മൾ നോക്കുന്നത് കോസസ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇൻട്രാ സെല്ലുലാർ എഡേമ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് കാരണം നമുക്കൊന്ന് പറയാം മാൽന്യൂട്രീഷൻ. നെക്സ്റ്റ് റീസൺ ആയിട്ട് നമുക്ക് പറയാം പുവർ മെറ്റബോളിസം. നമ്മൾ ഈ 2 കേസ് എടുത്ത് നോക്കുമ്പോഴും ഇവിടെ നമ്മുടെ സെല്ലിന് ആവശ്യത്തിന് അനുസരിച്ചുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ഹൈപ്പോക്സിയ ഒരു റീസൺ ആണ്, അല്ലെങ്കിൽ ഇഷ്കീമിയ ഒരു റീസൺ ആണ്. ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ ഡിക്രീസ്ഡ് ഓക്സിജൻ ലെവൽ, ഇഷ്കീമിയ എന്ന് പറയുമ്പോൾ ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ആണ്. അപ്പം ഈ ഒരു ഓക്സിജൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറയുക എന്ന് പറയുമ്പോൾ തന്നെ സെല്ലിന് വേണ്ട രീതിയിലുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒന്നും തന്നെ ലഭിക്കുന്നില്ല. നമുക്കറിയാം ഈ സെല്ലിൻ്റെ പുറത്ത് സോഡിയം പൊട്ടാസ്യം ATP ACE പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സോഡിയം പൊട്ടാസ്യം ATP ACE. അപ്പോൾ ഈ ഒരു പമ്പിൻ്റെ പേര് തന്നെ ATP ACE എന്ന ആ ഒരു വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുന്നത് ATPയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഓക്സിജനും ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം പൊട്ടാസ്യം ATP ACEന് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഈ പമ്പിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? നമ്മുടെ ഇൻട്രാ സെല്ലുലാർലി സെല്ലിൻ്റെ അകത്ത് നിന്നിട്ട് 3 സോഡിയത്തെ പുറത്തേക്കും പുറത്ത് നിന്നിട്ട് 2 പൊട്ടാസ്യത്തെ അകത്തേക്ക് കൊണ്ടുവരിക. 3 sodium out and 2 potassium in. അപ്പം ഈ ഒരു ഫംഗ്ഷനിങ് വേണ്ട രീതിയിൽ നടക്കില്ല. അതായത് നമ്മുടെ ഒരു സോഡിയത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇൻട്രാ സെല്ലുലാർലി അതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടും.
അപ്പോൾ ഇൻട്രാസെല്ലുലാർലി ഹൈപ്പർ നെട്രീമിയ അല്ലെങ്കിൽ ഹൈപ്പർ ഓസ്മോളാർ ആകും. ഹൈപ്പർ ഓസ്മോളാർ ആകുന്നതുകൊണ്ട് തന്നെ സെല്ലിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്ക് വാട്ടറിൻ്റെ ഒരു ഇൻഫ്ലക്സ് നമുക്ക് എൻഡോസ്മോസിസ് കാണാൻ സാധിക്കും. എൻഡോസ്മോസിസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്ലൂയിഡിൻ്റെ അളവ് എമൗണ്ട് ഇങ്ങനെ കൂടുകയാണ്. അപ്പം ഇത് എഡേമയ്ക്ക് ഒരു കാരണമാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സോഡിയം പൊട്ടാസ്യം ATPaseൻ്റെ വർക്കിംഗ് ഈ ഒരു മാൽന്യൂട്രീഷൻ പുവർ മെറ്റബോളിസം കൊണ്ട് മാത്രമല്ല, നമ്മുടെ മൈറ്റോകോൺട്രിയയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതും ഈ പമ്പിൻ്റെ വർക്കിങ്ങിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം മൈറ്റോകോൺട്രിയൽ ഡാമേജ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സെല്ലിൻ്റെ പവർ ഹൗസ് ആണ്. മൈറ്റോകോൺട്രിയാണ് വേണ്ട ATP കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ATP വേണ്ട രീതിയിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴും നമ്മുടെ ഈ പമ്പിന് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി അടുത്ത റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈപ്പോനട്രീമിയ. അതായത് സെല്ലിൻ്റെ പുറത്ത് ഉള്ള സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ്റെ അളവിൽ ഒരു കുറവ് വരും. സെല്ലിൻ്റെ പുറത്ത് സോഡിയത്തിൻ്റെ എമൗണ്ട് കുറയും. ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ കണ്ടീഷൻ കോൾഡ് ഹൈപ്പോനട്രീമിയ. അപ്പോൾ ഈ ഒരു ഹൈപ്പോനട്രീമിയ കാരണം നമ്മുടെ സെല്ലിൻ്റെ പുറത്ത് എന്താണ്, ഹൈപ്പോ ഓസ്മോളാർ ആകുമ്പോൾ പുറത്തു നിന്നുള്ള ഫ്ലൂയിഡ് വീണ്ടും അകത്തേക്ക് വരാനുള്ള ചാൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇനി മറ്റൊരു റീസൺ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സെൽ മെംബ്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള മെംബ്രെയിൻ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പമ്പിനെ എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടറിന് ഈസിലി നമ്മുടെ സെല്ലിൻ്റെ അകത്തേക്ക് വരാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രാസെല്ലുലാർ എഡേമയുടെ കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ എവിടെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 types ഓഫ് എഡേമ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രാസെല്ലുലാർ എഡേമ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ടൈപ്പാണ് എക്സ്ട്രാ സെല്ലുലാർ എഡേമ, അതായത് സെല്ലിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ. അപ്പം നമ്മൾ ക്ലിനിക്കലി മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ എഡേമയാണ്. നമ്മൾ എഡേമ എന്ന് റെഫർ ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ സെല്ലുലാർ എഡേമ ആയിരിക്കും എന്നത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്, മെയിനായിട്ട് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡും പ്ലാസ്മയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് about 11 liters, പ്ലാസ്മ എന്ന് പറയുന്നത് about 3 liters ആണ്. അപ്പം ഈ ഒരു വാല്യൂസിൽ ഒരു ഇൻക്രീസ് വരികയാണെങ്കിൽ നമുക്ക് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ ഉണ്ടെന്ന് പറയാം. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു പാരൻകൈമൽ സെൽസിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് കാണാം. പ്ലാസ്മ എന്ന് പറയുന്നത് നമുക്ക് വാസ്കുലർ സിസ്റ്റത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ ഒരു വാസ്കുലർ സിസ്റ്റത്തിൽ വെച്ചിട്ട് പ്ലാസ്മയുടെ എമൗണ്ടിൽ ഒരു ഇൻക്രീസ് വന്നു അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എഡേമ എന്നാണോ പറയുക? അല്ല, നമ്മുടെ ഈ ഒരു വാസ്കുലർ സിസ്റ്റത്തിൽ ഫ്ലൂയിഡിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഹൈപ്പറീമിയ അല്ലെങ്കിൽ കൺജഷൻ മൂലമാണ്, അതൊരിക്കലും എഡേമയല്ല. സോ ഇവിടെ നിന്ന് നമുക്ക് എഡേമയ്ക്കൊരു വേറെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ എടുക്കാം. അതായത് എഡേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് എക്സസീവ് ഫ്ലൂയിഡ് ഇൻ അവർ ബോഡി ടിഷ്യൂ എക്സ്ട്രാ വാസ്കുലർലി അല്ലെങ്കിൽ ഔട്ട്സൈഡ് അവർ വാസ്കുലർ സിസ്റ്റം. അതൊന്നേ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സൈഡിലാവാം, ഇല്ലെങ്കിൽ ബോഡി ക്യാവിറ്റീസിലും നമ്മുടെ ഒരു ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ എഡേമ എന്ന് തന്നെയാണ് പറയുക. സീരിയസ് ആയിട്ടുള്ള ബോഡി ക്യാവിറ്റീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെരികാർഡിയത്തിലാണ് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഹൈഡ്രോ പെരികാർഡിയം എന്ന് പറയും. ഹൈഡ്രോപെരികാർഡിയം. ഇനി നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റിയിലാണെങ്കിൽ നമ്മൾ അതിനെ ഹൈഡ്രോതൊറാക്സ് എന്ന് പറയും. പ്ലൂറൽ ക്യാവിറ്റിയിലാണെങ്കിൽ ഹൈഡ്രോതൊറാക്സ്. ഇനി നമ്മുടെ പെരിറ്റോണിയത്തിലാണ് എക്സസീവ് ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ ഹൈഡ്രോപെരിറ്റോണിയം. പക്ഷേ ഇതിനേക്കാളെല്ലാം നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാൻ ചാൻസ് ഉള്ള വേർഡ് എന്ന് പറയുന്നത് അസൈറ്റിസ് ആണ്. ഹൈഡ്രോപെരിറ്റോണിയം അല്ലെങ്കിൽ അസൈറ്റിസ്. ഓക്കെ, അപ്പം ഈ അസൈറ്റിസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഈ ഒരു എഡേമ എന്ന് പറയുന്നത് 2 പാർട്ടാക്കിയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു പാർട്ടിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കുക, ഹൈഡ്രോപെരികാർഡിയം, ഹൈഡ്രോതൊറാക്സ്, അസൈറ്റിസ് അല്ലെങ്കിൽ ഹൈഡ്രോപെരിറ്റോണിയം. ഓക്കെ, അപ്പോൾ നമ്മൾ കോസസ് ഓഫ് എക്സ്ട്രാ സെല്ലുലാർ എഡേമ നോക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നോർമൽ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്ചേഞ്ച് നമ്മുടെ കാപ്പിലറീസിൽ വെച്ചിട്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിൻ്റെ ഫിസിയോളജി, ആ ഒരു മെക്കാനിസം നമുക്ക് നോക്കാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഞാനിവിടെ ഒരു ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ടിഷ്യൂ ആണിത്. അതിൽ പാരൻകൈമൽ സെൽസ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ നമ്മുടെ ആർട്ടീരിയൽ സൈഡും ബ്ലൂ കളറിൽ വീനസ് സൈഡാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ആർട്ടറീസിലേക്കുള്ള ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡയറക്റ്റ് പമ്പ് ഔട്ട് ചെയ്ത് വരുന്ന ബ്ലഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാർട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു ആർട്ടറീസിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ആ ഒരു ബ്ലഡിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 30 mmHg ആണ്.
നമുക്കറിയാം ഈ ആർട്ടറി എന്നുള്ളത് ആർട്ടീരിയോൾ ആവും, പിന്നെ മെറ്റാമ ആർട്ടീരിയോൾ ആവും, അങ്ങനെ അതിന് ഡിവിഷൻ വരുന്നുണ്ട്, ധാരാളം ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ആർട്ടീരിയൽ സൈഡിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എത്രയാണ്? 30 mmHg. ഇനി ഒരു ആർട്ടീരിയൽ സൈഡിലുള്ള ഓങ്കോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. അപ്പോൾ ആ ഒരു ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് 28 mmHg ആണ്. ഓക്കെ, 28 mmHg. ഇത് നമ്മുടെ ഈ വാസ്കുലർ സിസ്റ്റത്തിന്റെ അകത്ത് മാത്രമല്ല, നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ സൈഡിൽ വാസ്കുലർ സിസ്റ്റത്തിന്റെ പുറത്തും നമുക്ക് ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഓസ്മോട്ടിക് പ്രഷറും കാണാൻ സാധിക്കും. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് 8 mmHg-യും ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് 3 mmHg-യും ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഓസ്മോട്ടിക് പ്രഷർ പ്ലാസ്മ പ്രോട്ടീൻസ് എക്സേർട്ട് ചെയ്യുന്നതാണ്. ഈ പ്ലാസ്മ പ്രോട്ടീൻസ് വളരെ ബിഗ്ഗർ മോളിക്യൂൾസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു വാസ്കുലർ സിസ്റ്റത്തിന്റെ അതിന്റെ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് അതിന് വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലുള്ള പ്ലാസ്മ പ്രോട്ടീൻ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവാണ്, വെറും 3 mmHg ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നൊക്കെ പറയുന്നത് ഒരു ഔട്ട്വേർഡ് ഡ്രൈവിംഗ് ഫോഴ്സ് ആണെന്ന് എപ്പോഴും ഓർക്കുക. അതിന് എപ്പോഴും പുറത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുക, ഔട്ട്വേർഡ് ഡ്രൈവിംഗ് ഫോഴ്സ്. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സൈഡിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വാസ്കുലർ സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് വരാനാണ് അത് എപ്പോഴും ആഗ്രഹിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ഔട്ട്വേർഡ് ഡ്രൈവിംഗ് ഫോഴ്സസ് ആണ്. അപ്പോൾ ടോട്ടലായിട്ട് ഇവിടെയുള്ള ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 30 + 8 + 3 = 41 mmHg ആണ്. ആൻഡ് നമ്മുടെ ഈ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു ഇൻവേർട്ട് ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് എപ്പോഴും അതിൻ്റെ ഫ്ലൂയിഡിനെ അവിടെ തന്നെ പിടിച്ചു വെക്കാനാണ് അത് ആഗ്രഹിക്കുക. സോ ഈ ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് 41-ഉം ഇൻവേർട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് 28-ഉം ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ, ഇവിടെയുള്ള നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ 41 - 28 = 13 mmHg. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ. അപ്പം ഈ ഒരു പ്രഷറിൽ നമ്മുടെ ഈ ഒരു ആർട്ടീരിയൽ സൈഡിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യും. അപ്പം നമ്മുടെ ആർട്ടീരിയൽ സൈഡിൽ നമ്മൾ ഹാർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ബ്ലഡിൽ വേണ്ട അളവിലുള്ള ഓക്സിജനും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് അത് നമ്മുടെ ഈ ഒരു സെൽസിനെ സപ്ലൈ ചെയ്യും. ഈ സെൽസ് ആവശ്യമുള്ള ഓക്സിജനും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യണം. അതിൻ്റെ ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ഒരു വീനസ് സൈഡിലൂടെ കയറിയിട്ടാണ് നമ്മുടെ നോർമൽ സർക്കുലേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു വീനസ് അപ്ടേക്ക് അല്ലെങ്കിൽ വീനസ് സൈഡ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. നമ്മൾ നോക്കുമ്പോൾ വീനസ് സൈഡിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, നമ്മൾ പറഞ്ഞു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറഞ്ഞു വരുന്നുണ്ടെന്ന്. അപ്പോൾ വീനസ് സൈഡ് എത്തുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് വെറും 10 mmHg ആയിട്ട് കുറയും. ഇനി ഇവിടെയുള്ള ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. കാരണം ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് എക്സേർട്ട് ചെയ്യുന്നതാണ്. പ്ലാസ്മ പ്രോട്ടീൻസ് കുറച്ച് ബിഗ്ഗർ ഇൻ സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാസ്കുലർ സിസ്റ്റത്തിന് മെംബ്രെയിൻ ക്രോസ് ചെയ്ത് വരാൻ അതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സൈഡിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നോക്കുകയാണെങ്കിൽ അത് 8 mmHg തന്നെയായിരിക്കും. ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 3 mmHg തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഔട്ട്വേർഡ് ഫോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 + 8 + 3 ഔട്ട്വേർഡ് എന്ന് പറയുന്നത് വെറും 21 mmHg മാത്രമാണ്. അപ്പോൾ ഇൻവേർഡ് ഇവിടെ ഓസ്മോട്ടിക് പ്രഷറാണ് കൂടുതൽ, 28 mmHg ഉണ്ട്. സോ ഉള്ളിലേക്ക് ഇൻവേർഡ് ഡ്രൈവ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. സോ നെറ്റ് അബ്സോർപ്ഷൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 28 - 21 = 7 mmHg. നമ്മൾ ഈ ഒരു വീനസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ന്യൂമറസ് കാപ്പിലറീസ് നമുക്ക് കാണാൻ സാധിക്കും. ന്യൂമറസ് കാപ്പിലറീസും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആർട്ടീരിയൽ സൈഡിനെ അപേക്ഷിച്ച് വീനസ് സൈഡിൽ ഉള്ള കാപ്പിലറീസിന്റെ പെർമിയബിലിറ്റിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറഞ്ഞ പ്രഷറിൽ തന്നെ വേണ്ട അളവിലുള്ള ഫ്ലൂയിഡ്സിന്റെ അപ്ടേക്ക് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു ആർട്ടീരിയൽ സൈഡിലൂടെ ഊസ് ഔട്ട് ചെയ്യുന്ന ഫ്ലൂയിഡിൽ ഓൾമോസ്റ്റ് 90% നമ്മുടെ തിരിച്ച് ഈ ഒരു വീനസ് സൈഡിലൂടെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്, 90%. ബാക്കി കുറഞ്ഞ എമൗണ്ടിൽ ഒരു 10% ഫ്ലൂയിഡും കുറച്ച് പ്ലാസ്മ പ്രോട്ടീൻസും നമ്മുടെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫ്ലൂയിഡ് നമ്മുടെ ലിംഫാറ്റിക്സിലൂടെ നമ്മുടെ നോർമൽ സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യും. ബാക്കി വരുന്ന ആ ഒരു 10% ഫ്ലൂയിഡ് ലിംഫാറ്റിക്സിലൂടെ എൻ്റർ ചെയ്ത് നമ്മുടെ വീനസ് സിസ്റ്റത്തിൽ കയറി അങ്ങനെ നമ്മുടെ നോർമൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അത് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫിസിയോളജി ഓഫ് നോർമൽ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാപ്പിലറീസിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ന കാര്യങ്ങളാണ് നോക്കിയത്. ഇതിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു എക്സ്ട്രാ സെല്ലുലാർ എഡേമയ്ക്ക് കാരണമാകും.
ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടി, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടി ഇപ്പോൾ ഒരു 35 mmHg ആയെന്ന് വിചാരിക്കുക. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുന്നതോടുകൂടി നെറ്റ് ഫിൽട്രേഷനും കൂടും, 30 എന്നുള്ളത് 18 mmHg ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞു, ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞൊരു 20 ആയിരുന്നു വിചാരിക്കും. ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞൊരു 20 ആയിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫിൽട്രേഷൻ പ്രഷറും അതേപോലെ തന്നെ കൂടി 21 mmHg ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് കേസിലും ഒന്നെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ആവുക. ഓക്കെ, അപ്പം ഇൻക്രീസ് ഇൻ കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഈ രണ്ട് കേസിലും എന്ത് സംഭവിക്കും? നമ്മുടെ നെറ്റ് ഫിൽട്രേഷൻ കൂടും, അതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് ഫ്ലൂയിഡ് നമ്മുടെ ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് വരും. അത് എക്സ്ട്രാ സെല്ലുലാർ എഡേമയ്ക്ക് കാരണമാകും. ഇനി മറ്റൊരു റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിംഫാറ്റിക്സിൽ വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ലിംഫാറ്റിക് ഡാമേജ്. അപ്പം നമ്മൾ പറഞ്ഞു 10% എക്സ്ട്രാ വരുന്ന ആ 10% ലിംഫാറ്റിക്സിലൂടെയാണ് നോർമൽ സർക്കുലേഷനിൽ എൻ്റർ ചെയ്യുന്നത്. ലിംഫാറ്റിക്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഒരു 10% അവിടെ തന്നെ നമ്മുടെ ആ ഒരു ടിഷ്യൂസിൽ തന്നെ നിന്ന് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറഞ്ഞ എമൗണ്ടിൽ പ്ലാസ്മ പ്രോട്ടീൻസും വരാം. ആ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിന് ഒരിക്കലും തന്നെ നമ്മുടെ ഒരു വീനസ് സൈഡിലൂടെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇംപെർമിയബിൾ ആണ് പ്ലാസ്മ പ്രോട്ടീൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വാസ്കുലർ എൻഡോത്തീലിയൽ മെംബ്രെയിൻ. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസും എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു 10% ഫ്ലൂയിഡും ലിംഫാറ്റിക്സ് വഴിയാണ് പുറത്തേക്ക് പോവുക. അപ്പോൾ ഇവിടെ ഒരു ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതും എക്സ്ട്രാ സെല്ലുലാർ എഡേമയ്ക്ക് കാരണമാകും. ഇത്തരത്തിലുണ്ടാകുന്ന ആ ഒരു എഡേമയാണ് നമ്മൾ ലിംഫെഡേമ എന്ന് പറയുന്നത്. ലിംഫെഡേമ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു. അതിന് മെയിൻ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. പ്ലാസ്മ പ്രോട്ടീൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആൽബുമിൻ ആയതുകൊണ്ട് തന്നെയാണ്. സോ ഏത് പ്രോട്ടീൻ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആൽബുമിനാണ്. പിന്നെ നമ്മൾ നോക്കുക, അതായത് ഇപ്പം ഇവിടെ എഡേമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അവിടെ സ്വെല്ലിങ് കാണാൻ സാധിക്കും. ആ ഒരു സ്വെല്ലിങ്ങിൽ നമ്മൾ ഒരു ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്സിലേക്ക് അവിടെ പിറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു എഡേമയാണ് നമ്മൾ പിറ്റിംഗ് എഡേമ എന്ന് പറയാം. പിറ്റിംഗ് എഡേമ. അപ്പോൾ ഇവിടെ പിറ്റ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ഈ ലിംഫെഡേമയിലൊക്കെയാണ് നമുക്ക് പിറ്റ് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഊസ് ഔട്ട് ചെയ്ത ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വന്ന ഫ്ലൂയിഡിൽ നമുക്ക് പ്രോട്ടീനും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പിറ്റിംഗ് എഡേമ ഫോം ചെയ്യുക. ഇനി നോൺ പിറ്റിംഗ് എഡേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പിറ്റ് ഫോം ചെയ്തതായിട്ടൊന്നും കാണില്ല. ആൻഡ് അതെന്താണ്, അവിടെ ഫ്ലൂയിഡ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റീസൺസ് പറഞ്ഞു. ഒന്ന് ഇൻക്രീസ് ഇൻ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആവാം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ ആകാം, അല്ലെങ്കിൽ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ. ഓക്കെ, ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എവിടെയുള്ളതാണ്? നമ്മുടെ വാസ്കുലർ സിസ്റ്റത്തിലുള്ള കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൽ വരുന്ന ഇൻക്രീസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എക്സസ് എമൗണ്ടിൽ സാൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ നടന്നു കഴിഞ്ഞാലും അത് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ എഡേമയ്ക്ക് കാരണമാകും. എന്താണ് സാൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ? അപ്പം ഇതിനൊക്കെയുള്ള കണ്ടീഷൻസ്, വാട്ടർ റിട്ടൻഷൻ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയുള്ള കണ്ടീഷൻസ് എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ എഡേമ സംഭവിക്കുന്നത്? നമ്മൾ കോസസ് നോക്കി. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ള പാത്തോളജിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും.